ഹായ്, ഇന്ന് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചാണേ. ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് നടുവേ മുറിച്ച് ഉപ്പിട്ട് കുക്കറിൽ ഒരു 3-4 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ തൊലി മാറ്റിക്കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ഇതിപ്പോൾ ഞാൻ ചൂടുള്ളതുകൊണ്ടാണ് സ്പൂണും കൊണ്ട് ഉടച്ചെടുക്കുന്നത്. ചൂടാറിയിട്ടാണെങ്കിൽ നിങ്ങൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയേ. അതിനുശേഷം ഇതിന് ഉപ്പിട്ടതാണ്, എന്നാലും നമ്മളിപ്പം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇടുന്നത് കൊണ്ട് ഒരല്പം കൂടി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് ഈ കോൺഫ്ലവറിൻ്റെ പൊടി കുറേശ്ശെ ഞാനിട്ടപ്പം കുറച്ച് ഒരുമിച്ചായി പോയി ഇട്ട് പോയത്. നിങ്ങളിടുമ്പം കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുവാണേ. ആ ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ മാത്രം നമ്മൾ കുഴച്ചെടുക്കുന്നത്. കുഴച്ചെടുത്തതിന് ശേഷം കയ്യിലൊരൽപ്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം ചെറിയ ബോൾസാക്കി അതൊന്ന് പ്രസ് ചെയ്ത് തിളച്ച വെള്ളത്തിലേക്കിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കുവാണ്. അത് നമ്മൾ ഇതിൻ്റെ വേവ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി വരും. അത് പൊങ്ങി വന്നു കഴിയുമ്പോൾ ഇത് വെന്തു എന്നാണ്. ഈ കറുത്ത നിറം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തുകൊണ്ടാണ് ഇതിനകത്ത് ആ കറുത്ത കുത്തുകുത്തായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോരി മാറ്റിയതിന് ശേഷം വെള്ളം കളഞ്ഞതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു 5-6 ഉള്ളി അല്ലി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് നന്നായിട്ട് വഴറ്റി പച്ചമുളക് ഇട്ട് നന്നായി വഴണ്ടി വരുമ്പോൾ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് അത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് സോയാ സോസ് ചേർത്തു. സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ മിക്സില്ലേ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ആകുമ്പോഴേക്കും നമുക്കത് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മല്ലിയിലയും ചേർത്ത്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്താൽ മതിയേ. നല്ല രുചിയാണ്, ചൂടാണ്, എന്നാലും ഞാൻ കഴിച്ചു നോക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയില്ല ഭയങ്കര നഷ്ടമാണ് കേട്ടോ.